ഞാൻ പലപ്പോഴും ആലോചിച്ചു നമ്മളെ തങ്കത്തിനെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമുക്ക് വഴിയിലിട്ട് വിറ്റാലോ. അവള് ഇവിടെ ചെയ്യുന്ന ജോലിയൊന്നും പോരാ. എന്നാലും ഇത് രുക്മിണിയുടെ കേക്ക് എന്ന് പറഞ്ഞ ആള് എവിടെ നിന്നെല്ലാം വരുമെന്ന് അറിയാമോ? യൂട്യൂബിലൂടെ ഭയങ്കര ഫേമസ് ആയി. ഓ കിട്ടിയത് പുണ്യം. ഒരു അവതാരം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര പാടി, ഭയങ്കര ക്രൗഡ്. മറ്റേ അതല്ലേ രുക്മിണിയുടെ എടി 4 ചോദിച്ചപ്പോ 2 തന്നു. എന്നാ പിന്നെ 8 ചോദിക്കായിരുന്നു. അടിച്ചു വിളി കളഞ്ഞ അവള്. ഞാൻ ഇച്ചിരി മസാല എടുത്തിട്ട് വരാം. പെട്ടെന്നാവട്ടെ. ഇവിടെ ഉണ്ട്. അയ്യോ ഒന്നും പറയണ്ട. എന്തായി കിട്ടിയാ? എല്ലാം കിട്ടി, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെവിടെയാ നീ രുക്മിണിയുടെ കട? രുക്മിണിയുടെ നമ്മുടെ ഈ ഇവിടെ അല്ലേ വഴുതക്കാട് കോട്ടൺ സ്കൂളിന്റെ അപ്പുറത്തായിട്ട്. എന്താ ഈ കേക്കിന് ഇത്ര വലിയ പ്രത്യേകത? എടി അത് കഴിച്ചു നോക്കുമ്പോ അറിയാം. നല്ല ടേസ്റ്റ് ആണ്. എവിടെ നിന്നെല്ലാം ആള് വരും അറിയാം. വേണ്ട, ബീവറേജ് കോർപ്പറേഷനിലുള്ള ആളുണ്ട് അവിടെ. ഒരു 50 പേര് 100 പേരിനകത്ത് ഒരു 15 പേര്. നീ കണ്ട അപ്പുറത്ത് ഇറച്ചിക്കടയിൽ നിന്നവർ ഇത് കേക്ക് വാങ്ങിക്കാൻ വന്നതാണ്. അത് ഇവിടെ വന്ന ആളാണ്. സംഭവം നല്ലത് തന്നെ. അത്ര ആളൊന്നുമില്ല. കൊണ്ട് നീ അതൊന്നും പറയല്ലേ. 50 എത്ര എണ്ണം കിട്ടി? ഇതിപ്പോ 2 കിട്ടി. ഇതെന്താ അറിയുമോ? ഇതിപ്പോ നോക്കിയാ ഉച്ചയാകുമ്പോ ഈ സാധനം അത്രയും തീരും. അതാണ്. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഓർഡർ അനുസരിച്ച് ചെയ്യുള്ളൂ. അതാണ് ഈ ഡിമാൻഡ് കൂടുതൽ. പക്ഷെ എനിക്ക് പറയല്ലേ, അവിടെ വേറെ കിടിലൻ സാധനമുണ്ട്. ഈ പിന്നെ പ്ലമ്മിലുള്ളത്, പ്ലം ഹൽവ മിക്സ്. അതൊക്കെ പോയി. അതൊക്കെ ഇനി നേരത്തെ പറഞ്ഞാലേ നേരത്തെ പറയണ്ടായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞാലും കഴിക്കാമല്ലോ. നീ തൂക്കലും തുടക്കലൊന്നും കഴിഞ്ഞില്ല. വൈകിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായി? ഞാൻ ചേച്ചി അങ്ങോട്ട് പോയി ക്യാബിന് തുടക്കായിരുന്നു. അച്ചാച്ചൻ വിളിക്കുമല്ലോ ചെയ്താ? വിളിച്ചൊന്നുമില്ല. പക്ഷെ ഇവിടെ പോണതിന് മുമ്പ് എൻ്റെ അടുത്ത് കുറെ താളം ചവിട്ടി അവരെ ഇങ്ങോണ്ടിരാ. എന്റെ പൊന്നെ, എന്തൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടാന്നറിയോ ഇവിടുന്ന് പോയത്? എന്നോട് പറയാണ് അവരെ ഇങ്ങോട്ട് പറഞ്ഞു. പിള്ളേരെയും തള്ളയും കൂടെ നല്ലൊരു ദിവസമായിട്ട് അവർക്ക് ആഗ്രഹമില്ലേ? അച്ഛൻ്റെ അമ്മേനെയും മക്കളെ. അത് മാത്രല്ല കുഞ്ഞമ്മച്ചിക്ക് അവർക്കൊക്കെ ആഗ്രഹം കാണൂല്ലേ? നാളെ തന്നെ ഇങ്ങോട്ട് വരുമെന്ന്. ക്രിസ്മസ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അണിയാവാതിരുന്നത് എനിക്കതേ ഉള്ളൂ. അല്ല എന്തായി? ബിരിയാണിയൊക്കെ സെറ്റായി? ബിരിയാണി റെഡിയായി. ബീഫ് വേവിച്ച് വെച്ച് അതിനെ ചേച്ചി മസാല എടുക്കാൻ പോയത്. പക്ഷെ രാവിലത്തെ ചിക്കൻ കറി ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു. അത് കെട്ടിയോളോട് അത് പറയല്ലേ. നിങ്ങൾ രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട് ചെയ്തിട്ട് അവസാനം അവിടെ അടി കൂടിക്കൂടാ അവര്. റൊണാൾഡിന്റെ അടുത്ത് നിങ്ങൾ ഇവിടെ അടി കൂടല്ലേ? നമ്മൾ കാര്യം പറഞ്ഞേ. അങ്ങോട്ടൊന്ന് വെച്ചേക്കോ ക്ലീറ്റ ചേട്ടാ. കനക, വെള്ളം ഇരിക്കണേ കുടിക്കാൻ തന്നെ. ആ ജഗ്ഗിലുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് വൺ പോസ്റ്റ് ആയിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു. പിന്നെ എന്റെ പാരന്റ്സ് ഫുള്ളും ദുബായിലില്ലേ. അല്ല, ക്രിസ്മസിന് അവരെടുത്തില്ലേ? ഇല്ല, അവർക്ക് തോന്നുമ്പോ അവർക്ക് അങ്ങനെ ക്രിസ്മസ് അങ്ങനെ വിഷു അങ്ങനെ ഒന്നും ഇല്ല. ഫുൾ ടൈം ബിസിനസ്. കഴിഞ്ഞ ക്രിസ്മസിന് ഒറ്റയ്ക്കായിരുന്നു വീട്ടില്. പക്ഷെ ഇത്തവണ ഞാൻ എവിടെ ഉണ്ടല്ലോ നിങ്ങളപ്പോ. തന്നേക്കുമ്പോ എന്ത് ഫ്രണ്ട്സിനൊപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത്ര തന്നെ. പക്ഷെ അവന്മാരുടെ ഫാമിലിയിലൊക്കെ ആയിരിക്കില്ലേ, അവന്മാർക്കും ഇല്ലേ, അവന്മാര് ബിസി ആയിരിക്കില്ലേ. അപ്പൊ നീ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോണം. പിങ്കി ചേച്ചിയുടെ വീട്ടിൽ പോയിക്കൂടായിരുന്നോ? അന്ന് അവളെ കണ്ടുമുട്ടിയിട്ടില്ലല്ലോ. ഓ, അതാണ്. അങ്ങനെ കണ്ടുമുട്ടിയിട്ടില്ല. ശരി, കുഴപ്പമില്ല. ഇനി എല്ലാ ക്രിസ്മസിനും നമുക്ക് വിളിക്കാം. ഓക്കെ. അമ്മേ, 100 ആയുസ് കിട്ടാ. പിങ്കി ചേച്ചിയോ? ഫിങ്കി മുത്തേമ്മ ഒരു കടലാസി പൊതിഞ്ഞൊരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താ അമ്മ? അത് ഇവിടെ ആണെന്ന് തോന്നുന്നു. ഇച്ചിരി മസാലയാണ് ഇവിടെ വെക്കുന്നത്. ഇവിടെ ഓരോന്നിങ്ങനെ പ്ലാൻ വെച്ചത്. ഞാൻ അടുക്കളയിൽ എവിടെയാ വെച്ചത്? അത് തങ്കാൻ്റെ. ഓ, ഇനിയിപ്പോ ഞാൻ എന്തിനു വീട്ടിൽ പോയിട്ട് അവിടെ പോയി ഒറ്റയ്ക്ക് ഇരിക്കാനാ? വീട്ടില് പാരന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഫ്രണ്ട്സൊക്കെ അവരവരുടെ വീട്ടിൽ അവർക്ക് ഫാമിലിയൊക്കെ ഇല്ല, അവർക്ക് പോയി പൊളിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി കട്ട പോസ്റ്റായിരിക്കും. ഇവിടെ ഇത് എൻ്റെ ഫാമിലി അല്ലേടി. ഇവിടെ എനിക്ക് 2 പാരൻസ് ഉണ്ട്, 3 സിസ്റ്റേഴ്സ് ഉണ്ട്, ചെറിയൊരു തക്കുടും ഉണ്ട്. മൊത്തത്തിൽ ഹാപ്പി. ഞാൻ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നീ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നീ എന്തിനു ചോദിക്കണത്? ഇത്തരം കാര്യങ്ങൾ ഞാൻ നിൻ്റെ അടുത്ത് ഇത്രയും ചോദ്യം ചോദിക്കാറില്ല. പിന്നെന്തോന്ന്? വേണ്ട കേട്ടാ പിങ്കി, നീ തലയിൽ കയറി ഇങ്ങനെ നിരങ്ങല്ല കേട്ടോ. നീ ഇത്തിരി അങ്ങ് കയറുമ്പോഴേക്കും നീ പോയി പിന്നെ വിളിക്കോ. എന്തോന്നിത്? എപ്പോഴും പറയല്ലോ ഞാനും പിങ്കിയും ഭയങ്കര ഈക്വലാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ഇത്തിരി താഴ്മ തലയിൽ കയറുന്നത് ശരിയല്ല കേട്ടാ. പിന്നെ അവളെ എന്നെ വിളിച്ച് വെറുതെ എടി ഇത് വിളിക്കുള്ള ഒരു അതൊന്നും എനിക്ക് കേൾക്കണ്ട. പക്ഷെ ക്രിസ്മസ് ആണ്, അടി ഉണ്ടാക്കിയിട്ടിരുന്ന മനസമാധാനമായിട്ട് ചേട്ടൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല, ചേച്ചിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അവൾക്കും കൂടിയാ
ഇതാണ് എല്ലാവർക്കും ഈഗോ ആണ്. വേണമെങ്കിൽ ഒന്ന് വിളിച്ച് സോറി പറഞ്ഞോ, അല്ലെങ്കിൽ കൊളമാവും ക്രിസ്മസ്. ശരിയാ. വെറുതെ അങ്ങോട്ടും പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. ഹലോ പിങ്കി, സോറി. വിട്. സോറി, ഞാൻ പറഞ്ഞില്ലേ, സോറി പറഞ്ഞില്ലേ. ക്രിസ്മസ് ഒക്കെ അല്ലേ, ബേബി ഹാപ്പി ആയിട്ട്. ശരി, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ക്രിഞ്ച് തന്നെയല്ലേ ഇത്. സോറി പറയാ, അവളുടെ സോറി പറയുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. അതൊരു ടൈപ്പ് ക്യാരക്ടറാണ്. ഞാൻ സാധാരണ എനിക്ക് ഇടപെടത്തില്ല, പിന്നെ ഇതിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് എന്താ രണ്ടുപേരും കൂടി ഇവിടെ ഒന്നുമില്ല. അങ്ങോട്ട് വന്ന ഇച്ചിരി സവാള എന്തെങ്കിലും പൊളിച്ചു തരാൻ പാടില്ല നിനക്ക്? ഈ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞ നേരത്ത് ഞാൻ ആകെപ്പാട് റെസ്റ്റ് എടുക്കണ ഈ അവധി ഉള്ള ദിവസമാണ്. ഇത്ര നേരം കൊച്ചു നോക്കിയില്ലേ, കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുക്കും. എന്നാലും ഇതെവിടെ പോയി എന്നുള്ളത് ഞാൻ ആലോചിക്കും. മസാലപ്പൊടി അലമാരിക്കകത്താണ് വെക്കാൻ. മസാലപ്പൊടി അലമാരിക്കകത്തല്ല വെച്ചത്, ഞാൻ ഇവിടെ മുഴുവൻ മസാല വെച്ചിരുന്നത്. നിനക്കൊക്കെ വെളിവില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചോന്ന് അറിയാനാ ഞാൻ ഈ നോക്കിക്കൊണ്ട് നടക്കുന്നത്. കിച്ചണിൽ വിട്ട് എങ്ങോട്ടും പോകുന്നില്ലല്ലോ. അതാണ് എനിക്ക് പറയാത്തത്. ഈ കരോള് വരാത്ത എന്തെന്നുള്ളതാണ്. ആണോ? ഇവിടെ എല്ലാ വർഷവും വരും ചേട്ടാ കരോള്. ഈ പ്രാവശ്യം വരാത്തത്? നിന്നെയൊക്കെ കണ്ടിട്ട് വരണ്ടാന്ന് വെച്ചതാറ്റാ. ഓ, ചിലപ്പോ വിട്ടുപോയതായിരിക്കും. ഈ വീട് മറന്നു പോയിക്കാണ്. അതെന്തോ പുതിയ ടീമാന്ന്. ആ വശത്ത് നമ്മുടെ ഈ വശത്തോട്ട് ഒരു വീട്ടിലും കേറിയിട്ടില്ല, അവർ ആ വഴി അങ്ങോട്ട് പോയി. എന്നാലും ഇങ്ങോട്ട് കരോള് വരാത്ത മോശമായി പോയി. ഒരു എനർജി ഒക്കെ വേണ്ടി. മസാല ഇന്ന് വൈകുന്നേരം നീ ഒരു അപ്പൂപ്പനാവും. ഞാനൊക്കെ അപ്പൂപ്പൻ. ഞാൻ ഇങ്ങനെ ക്ലീറ്റോനാക്കാം. അത് കറക്റ്റ് ആയിരിക്കും. സമ്മതിച്ച ആൾക്കാരുണ്ട്. പക്ഷെ കരോൾ ഇവിടത്തത് പൊളിയായിരുന്നു. പൊളിയാ. ഫോട്ടോ ഉണ്ട്, കാണിച്ചു തരാം. ഫോട്ടോ എനിക്ക് നേരിട്ടാണ്. ഫോട്ടോ ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? മഴ കാരണം നല്ലൊരു ക്രിസ്മസ് കുളമാവുന്നതാണ്. മഴ നല്ലതല്ലേ? നല്ലതൊക്കെ തന്നെ. അല്ലടേ, നിങ്ങൾ ഈ പോലീസുകാരെല്ലാം കൂടെ ഈ മന്ത്രിമാർ പോണ പുറകെ അവർക്ക് തിരക്കും പ്രശ്നം നിയന്ത്രിക്കാൻ നടക്കണതേ. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഈ മഴയൊന്നും നിയന്ത്രിക്കാൻ പറ്റൂലേ? ഒന്ന് മനസ്സ് വെച്ചൂടെ? പോലീസുകാരെ വിടറേ പോട്ടെ നമ്മള്. അല്ല ചോദിക്കണേ, ഇപ്പോൾ നാട്ടിലെ പല ആവശ്യങ്ങൾക്കും പോലീസുകാരെ കിട്ടാനില്ല എന്ന് പറയണുണ്ട്. ഫുള്ള് അവിടെ പറയുകയാണൊക്കെയാണ്. അയ്യോ, ഒരു തോർത്ത് തലയിട്ടൊന്നുണ്ടാടേ. ഇതെന്ത് വെള്ളം ഇട്ടുണ്ടിരിക്കണം? അതിനകത്ത് ചെളി കംപ്ലീറ്റ് അത് മാറിയിട്ട് വന്നിരിക്കും. ഇത് ഞാൻ ചെളി കിടന്നുള്ള, ഞാൻ വീട്ടിനകത്തല്ലേ ഇരിക്കണത്. അങ്ങോട്ട് നമ്മുടെ ഇവിടെ എന്താ കരോള് വരാതിരുന്നത്? എല്ലാ പ്രാവശ്യവും വരുന്നതല്ലേ? ശരിയാ, ഞാനും അത് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഭയങ്കര മോശമായി പോയാൽ കാണിച്ചു. പുതിയ പയ്യന്മാരായിരിക്കും, വിട്ട് പോയിട്ടുണ്ട്. താഴോട്ട് വീടുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുങ്ങൾ രണ്ടും കൂടി അവിടെ നിന്ന് പരാതി പറയുന്നുണ്ട്, മുത്തും ചിത്തും. എന്തെങ്കിലും ചെയ്യട്ടെ. അല്ല, ഞാൻ ആലോചിച്ചു സംഭവം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷനിൽ പ്രധാനപ്പെട്ട ഒരു പോലീസുകാരൻ താമസിക്കുന്ന വീടല്ലേ, ആ ഒരു പരിഗണനെങ്കിലും തരണ്ടേ അവർ കരോളുകാർക്ക്, അല്ലേ? അത് തരണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും പ്രധാനം ഈ നാട്ടിലെ പ്രമുഖരെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ. അത് കരുതിട്ടെങ്കിലും അവന്മാരും ഇറങ്ങി വരേണ്ടല്ലായിരുന്നു. എൻ്റെ കർത്താവേ, സമാധാനമായി. നീ പറഞ്ഞല്ലോ പോലീസുകാരെക്കാളും വിലയും നിലയും രാഷ്ട്രീയക്കാരെ കാണുന്നുള്ളൂ. അത് നീ പറയാതെ പറഞ്ഞല്ലോ, അത് തന്നെ സന്തോഷം. അത് അല്പം സമാധാനിച്ചോ. പക്ഷെ സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നായിരുന്നു. അവന്മാരും ഇങ്ങോട്ട് ഇറങ്ങി നിന്നെ തെറി വിളിച്ചിട്ട് പോകും. ഇറങ്ങാത്തവരാണെങ്കിൽ നന്നായി. ക്രിസ്മസ് ആയിട്ട് കണ്ടവന്റെ വായിൽ അയക്കേണ്ടി വരും. ശരി, ആ കേസ് വിട്. എടേ, ലഹരിക്കുള്ള വല്ല വകുപ്പുണ്ടാ അത് പറ. അല്ലെ, ലഹരി രണ്ട് തരത്തിലാണ്. ഒന്നും സന്തോഷവും സമാധാനമായിട്ടിരിക്കുന്നത് ഒരു ലഹരിയാണ്. പിന്നെ അലിപ്പുണ്ടാക്കുന്ന വേറെ ലഹരി. ആദ്യം പറഞ്ഞപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അത് മതി. മറ്റേ ലഹരി കഴിഞ്ഞ ക്രിസ്മസിന് നീ ഉണ്ടാക്കി, അമ്മാവനൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചോണ്ടിരുന്നപ്പോ നീ ഉണ്ടാക്കിയ. എടാ, മിക്സറിൽ കപ്പൽ ഡീലെന്ന് പറഞ്ഞിട്ട് നീയാണ് അലമ്പ് തുടങ്ങിയത്. എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അന്ന് അമ്മാവനെ നീ അളിയാന്ന് വിളിച്ചു. ആര്? നീ. അത് ഞാൻ വിളിച്ചപ്പോ നീ എന്റെ പറയാൻ നിൽക്കായിരുന്നു അമ്മാവന്റെ. നീ അങ്ങനെ അത് ഭയങ്കര മോശമായി പോയി. അമ്മാവൻ എന്നെ നോക്കി, കനക അവൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു വലിയ പുണ്യാളനാ. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മാവ അവൻ എന്നെയാണ് വിളിച്ചത്, അമ്മാവ കാര്യാക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം വെള്ളം എടുക്കാൻ പോയി. ചുമ്മാ നീ മിക്സറിൽ കപ്പലില്ലെന്ന് പറഞ്ഞു നീ ആ പാത്രം എടുത്ത് ആദ്യം തറയിലടിച്ചു. അത് സത്യം. നല്ലൊരു ദിവസമായിട്ട് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാനാണ് ഞങ്ങൾ ഈ വീട്ടിലൊന്നും ഉണ്ടാക്കൂല. ഇവിടെ വെച്ച് നിർത്തുവേ. എന്ത് പിന്നെ ഇവിടെ ഇപ്പൊ എന്താ കേട്ടോണ്ടിരുന്നത്? ഇത് ഒരു അവലോകനം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിനെ പറ്റി ഒരു അവലോകനം. വേണ്ട, ഒരുപാട് അവലോകിക്കണ്ട. ഇത് വർത്താനം പറഞ്ഞത് കൂടെ. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ.
ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയോടും നിലാവിലെ. കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചല്ലേ? ആ കുടിച്ച് ചായ കുടിച്ച്. ആ കള്ളു കുടിക്കുമ്പോ പാടുന്ന പാട്ടാ, ഉറപ്പായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ട്. എന്റെ പാട്ടിന് അങ്ങനെ വരെ നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതവർക്ക് മനസ്സിലാവാത്തതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ലഹരി. ഇത് ദൈവികമായ ഒരു പാട്ടാണ്, അതിനെ പറഞ്ഞ കേട്ടാ. എല്ലാവരും പറഞ്ഞു നമ്മൾ അടിച്ചിട്ട് പാടുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. ലഹരി 2 തരത്തിലാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇത് മനസമാധാനം സ്നേഹമൊക്കെ ഒരുമയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരിയാണ്. ഞാൻ ആ ലഹരിയിലാണ് നമ്മൾ അളിയനും കൂടെ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്നത്, അല്ലാതെ ഒന്നുമില്ല. പറഞ്ഞു ഇനിയാണ് ഞാൻ പാടിയ കുടിച്ചേക്കണത്. കുടിക്കുമ്പോൾ പാടുന്നവള് പറഞ്ഞില്ലേ? അടുക്കളയിലെ കാര്യങ്ങളൊക്കെ എന്തായി? റെഡിയായ? നിങ്ങളുടെ ബഹളം കേട്ട് വന്ന ഇഷ്ടംപോലെ പണിയുണ്ട് അവിടെ. ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യൂ, ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം. ആ പോയിട്ട് വേണം ടച്ചിങ്സ് ഒക്കെ റെഡിയാക്ക്. അല്ല ഉച്ചക്കത്തേക്കെല്ലാം റെഡിയാക്കായി. എന്താണ്? പക്ഷെ നീ വലിയ പുണ്യാളനൊന്നും ആവല്ലേ. നീയാണ് അടിച്ച അലമ്പ്. അത് പറയാതിരിക്കാൻ പറ്റൂല. നാട്ടുകാരെന്ന് ചോദിച്ചോക്ക്, കൊച്ചല്ലാതെ നാട്ടുകാരെന്ന് ചോദിച്ചോക്ക്, തമ്പേണ്ണനോട് ചോദിച്ചോക്ക്, കനകനാണോ ക്ലീറ്റാണോ ഇത് അലുമ്പെന്ന്. അല്ല തമ്പിണ്ണനാണ് അലമ്പ്. ശരി, എന്നിട്ട് അവർക്ക് ലോട്ടറി അടിച്ചിട്ട് എന്തോരം സ്വർണ്ണ അടിയാ പെണ്ണ് മേടിച്ചേക്കണത്. കളിച്ചോരയില്ലാത്ത വർഗ്ഗങ്ങള് ലോട്ടറി അടിച്ച് കിട്ടിയത് കൊണ്ട് സ്വർണം വാങ്ങിച്ചിട്ട് നമ്മുടെ മുന്നിൽ കൂടെ നടക്കുന്നു. നാണോ ഉണ്ട് ഇവർക്ക്? നമ്മളൊക്കെ എന്തോരം ലോട്ടറി എടുത്തേക്കണം, ഒരെണ്ണം അടിക്കണമല്ലോ. നമുക്ക് ഭാഗ്യം പിന്നെ അയലത്തൂടെ പോയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. നീ ഇത്രയും പ്രായമില്ലേ മുത്ത? ഇവിടെ എന്തെല്ലാം പണികളുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാൻ പാടില്ലേ നിനക്ക്? ചോദിച്ചു എന്റെ അടുത്ത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അയ്യോ എന്തെങ്കിലും വേണോന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവക്കെ ഇച്ചിരി മെച്യൂരിറ്റി ഒക്കെ വന്നതാണ്. ആ ജിത്ത് വന്നേ പിന്നെ ഇവള് വീണ്ടും ഇള്ളക്കൊച്ചായി. മാമി അങ്ങനെ പറയല്ലേ മാമി. ഇള്ളക്കൊച്ചല്ല, മറ്റേ പിങ്കിയുടെ കാര്യം അന്വേഷിച്ച് നടക്കണതായി കാണുന്നത്. ഇള്ളക്കൊച്ചായിട്ട് കയ്യപ്പം മുറിഞ്ഞ വേണ്ട വേണ്ട. എന്നിട്ട് ഇനി എല്ലാ ക്രെഡിറ്റും നിനക്ക് എടുക്കാനല്ലേ? ഇങ്ങോട്ട് കണ്ട എന്നോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ഇറച്ചിക്കോഴിയിൽ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചതിന്റെ മണം. നിനക്ക് എങ്ങനെ അറിയാതൊക്കെ? അല്ല ഇതിനു മുന്നേ ലില്ലാൻ്റെ ഇതുപോലെ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയിരുന്നു. അതേ സ്മെല്ല് കേട്ടാ. പൊളിയല്ലായിരുന്നു. ഓ എന്റെ പൊന്നെ, നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാൾ നല്ലത് പറഞ്ഞു നമ്മളുണ്ടാക്കണതിന് മണവും വരുന്നില്ല, നല്ലതാന്നുമില്ല. ഇനി അതിൽ കയറി അങ്ങ് പിടിച്ചോളാം. എന്തേലും വേണം എപ്പോഴും കൊടുക്കണം. നിനക്ക് തരാറില്ലടാ ഞാൻ. തരാറുണ്ട്, ഞാൻ പറഞ്ഞതാ. വേറെ കത്തി ഉണ്ടാവച്ചേ? എന്ത് ഇത് സവാള അരിയാം. അതൊരെണ്ണം ഉണ്ടായിരുന്നത് കാണുന്നില്ല. പോ, അല്ലാതെ എന്താണ്? ഇനി വേറെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നടക്ക് ചെല്ല്. എന്റെ ദൈവം ഏത് നേരത്താന്ന് ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങി. എന്നെ കൊണ്ട് വല്ല ഹെൽപ്പ് വേണ്ടല്ലോ. നീ ഒന്ന് പോയി തന്നാ മതി. അത് പറയാൻ കാത്തിരിക്കായിരുന്നു. എടി കൊച്ചിനെ നോക്കണേ. ഓ മുത്തേ. ഓ ചേച്ചിക്ക് ചെവിക്ക് വല്ല കംപ്ലൈന്റും ഉണ്ടാ? ഇല്ല, പുള്ളിയെ കഴിയട്ടെ. ഇനി ഈ സവാള എടുത്ത് ഇഞ്ചി കിട്ടിയില്ലല്ലോ. ഇഞ്ചി തേരിക്കുന്നു, അത് ഇതാക്ക്. ഈ 2 സവാള എനിക്ക് ആകെ 2 കയ്യല്ലേ ഉള്ളു ചേച്ചി. അതിലെ പറഞ്ഞ ഒരു കത്തി കൂടി തന്നാ ഞാനും കൂടി ചെയ്യൂലേ? വരുമ്പോഴേക്കും ഒരു കത്തിയും കൂടി എടുത്തോണ്ട് വരായിരുന്നില്ലേ? ഞാൻ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. ആ ഡാൻസ് മനസ്സിലായില്ലേ? നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? ഞാൻ പഠിപ്പിച്ചിരുന്നില്ല, തനിയെ ഇവിടെ പഠിച്ചു. ആരാ കളിക്കണേ? നല്ലു, തയ്യു, ആര് കളിക്കും ഡാൻസ് ഇവിടെ? ആദ്യത്തെ. Come on.
അടുത്ത ആള് എന്റെ മക്കളെല്ലാം അവസരം കാണിക്കട്ടെ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. നീ കണ്ട ഇവിടെ പിള്ളേരുടെ കല ഇതൊക്കെ കണ്ടല്ലോ. നീ എന്താണ് കാണിക്കുന്നത്? കാണിക്ക്, നിന്റെ എന്തെങ്കിലും കാണട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്കിളുടെ എന്തെങ്കിലും അങ്കിള് കാട്ടെ. അങ്കിളിന്റെ ഉള്ള സംഭവം അല്ലല്ലോ ഇത്. നീ ആദ്യം ഒന്ന് കാണിക്കും നിന്റെ എന്താ കയ്യിലുള്ളത്. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ജിത്തുവിന്റെ ചില സാധനങ്ങളൊന്നും 2-3 മൂസ കാണിച്ചു തരാം. ഇതൊന്നും വലിയ സംഭവം അത് അങ്കിളൊന്ന് കാണിക്കും. അങ്കിളിപ്പോ നല്ല പ്രായത്തിലൊക്കെ കാണിച്ചു തന്നെ. എന്നാലും കൊറേ പറയുമ്പോ എത്ര അവിടെ ഒരു 10-25 കൊല്ലം ആയി. പണ്ടൊക്കെ ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നീ ഇപ്പൊ കാണിച്ചതിന്റെ യഥാർത്ഥ സ്ഥാനം ഇതൊന്നും അല്ല. ഇതിന്റെ ഒറിജിൻ ഇവിടെയാണ് തുടങ്ങുന്നത്. ഇത് ഫസ്റ്റ് തുടങ്ങണ ഇങ്ങനെയാണ്. ക്ലാസിക് മിക്സ് ചെയ്ത് ഇത് ഫ്യൂഷനാ ഈ സാധനം ഇന്നതാ. ഇതെന്താ ഇവിടെ ഈ മുതുക്ക് കൂത്താട്ടം? എന്താ ഇവിടെ ഈ മുതുക്ക് കൂത്താട്ടം? ഇപ്പൊ മുതുകൂത്താടായി. ഇപ്പൊ ആടിയ മുതുകൂത്തായി. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രതാപൻ സാറിന്റെ മോളെ കണ്ടടി. പ്രതിഭ എന്നവരുടെ പേര്. പ്രതാപേന്ദ്രൻ. അപ്പൊ അവരെന്നോട് പറയാണ്, ഒരിക്കൽ ഒരു സ്റ്റേഷനിൽ നമ്മുടെ പോലീസ് ക്ലബിന്റെ ഒരു പ്രോഗ്രാം ഞാൻ എനിക്ക് സാറിന് അനുകരിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ കണ്ട് അവർ കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചിയെ എങ്ങനുണ്ട്? വേദനയുണ്ട്. ആണോ? കൈയൊന്ന് മുറിഞ്ഞു. രാവിലെ പച്ചക്കറി എടുത്തു വെച്ചിട്ടേ കത്തിയൊന്നും എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഞാനെടുത്ത് എറിഞ്ഞു കൊടുത്തതാ. കയറി ഒരു പിടി. നല്ല മുറിയോ, 4 സ്റ്റിച്ചുണ്ട്. നിങ്ങൾ ഭയങ്കര കത്തിയാ. അയ്യോ, പറ്റിപ്പോയി. അറിഞ്ഞോണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ഈ പരുവത്തിലാക്കിയല്ല. ഇല്ല, ഞങ്ങള് ക്യാൻറ്റീൻ ഇച്ചിരി കഞ്ഞി കിട്ടിയായിരുന്നു അവിടെ, ആശുപത്രി ക്യാൻറ്റീന്. ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മള്. അതെ, എല്ലാം ഇവിടെ ഓക്കെയാണ്. അല്ല, അത് സാരമല്ലേ, ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് ഒറോട്ടി ഉണ്ടാക്കാൻ അറിയാം. ഞാനത് ഉണ്ടാക്കി. അതൊക്കെ നാളെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി. ഇന്നിപ്പോ ഞങ്ങൾ ഉണ്ടാക്കി തരാം. എവിടാ? അല്ല, എടുത്തു വെച്ചിട്ടുണ്ട്. അതെ, വേണോടി, അത് വേണോ? ഈ ഒരു നല്ല ദിവസത്തിലേ നമ്മളെല്ലാരും കൂടെ സന്തോഷത്തോടെ കൂടുമ്പം ഇങ്ങനെ തൊട്ടടുത്ത് നിങ്ങളൊരാളും കൂടെ വരുമ്പോ ഞങ്ങൾക്ക് സന്തോഷം കൂടുതലാണ്. കൈ മുറിഞ്ഞാലും മുറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ചെയ്യും. അതെ, അല്ലാതെ എന്നാലും പറ്റിയതിനകത്തൊരു വിഷമമുണ്ട് നമുക്ക്. എന്നാലും അങ്ങോട്ട് കയറി. എന്നാലും എടുത്തെറിയാൻ വേറെ തോന്നിയില്ലല്ലോ. നല്ല ഫുഡ്, ബിരിയാണി, കേക്ക് എല്ലാം ഉണ്ട്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നടക്കാം. ഞാനിത് നടക്കാം. വൈകുന്നേരത്തെ ഫുഡും ഞങ്ങൾ കൊണ്ടുവരും. ആയിക്കോട്ടെ കേട്ടാ. സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ നന്മ ഉണ്ടാകും. ഹാപ്പി ക്രിസ്മസ്. എന്തൊക്കെ പറയുന്നത്, വലിയ സ്നേഹമാണ്. Audience